ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും ഇന്നത്തെ വിശേഷം? എന്തൊക്കെയാണ് പറയൂ. ഞങ്ങളുടെ വിശേഷം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് മോന് സ്കൂളിൽ പോയി. പിന്നെ ഞാൻ ഇവിടുത്തെ ഇതൊക്കെ ജോലിയൊക്കെ വേഗം തീർത്ത് കറി ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് കറിക്കുള്ളൊന്നും തിരഞ്ഞെടുക്കേണ്ട വന്നില്ല. ഇന്നലെ ഈ ബീഫ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇന്ന് കറിക്ക് ഇടങ്ങാറായില്ല, എന്നും അതിനാട്ടോ ഇടങ്ങാറാവാ. അപ്പോൾ എന്തെല്ലാം നിങ്ങളുടെ വിശേഷമൊക്കെ പറയൂ, നിങ്ങളുടെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങി എണീറ്റാണ്. ഇനിയിപ്പോൾ നിസ്കരിക്കണം. മോൾക്ക് ചായ കൊടുത്തു, ഉറങ്ങി എണീറ്റ് മോൾക്ക് ചായ കൊടുത്തു. മോൾക്ക് കാൽസ്യക്കുറവ് കാരണം പല്ലില്ല, മേലേത്തെ പല്ലൊക്കെ കാൽസ്യക്കുറവ് കാരണം പൊട്ടിപ്പോയതാട്ടോ. അപ്പം ഇവിടെ ചിപ്സാണ് ഉള്ളത്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ പറഞ്ഞു മിക്സിയിൽ പൊടിച്ചുകൊണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പൊടിച്ചു കൊടുത്തു, ചായയും കൊടുത്തു കേട്ടോ. അവളെ കാണിക്കാൻ പറ്റില്ല, അവളവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവളെ കാണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കേട്ടോ, അതുകൊണ്ടാട്ടോ. അപ്പം വേറെ എന്തെല്ലാം വിശേഷം, നിങ്ങളുടെ വിശേഷമൊക്കെ പറയൂ കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇക്ക പറഞ്ഞ ബീഫിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, രാത്രി ഉണ്ടാക്കി വെച്ചാൽ മതി, എന്നാൽ രാവിലത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കണം കറി. അപ്പം രാവിലെ കുറച്ച് പൊറോട്ട വാങ്ങിച്ചാൽ മതിയല്ലോ, ഇവിടെ ഹോട്ടൽ അടുത്തുണ്ട്. അപ്പം മോനെ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് പൊറോട്ട വാങ്ങിക്കണം. അപ്പം പൊറോട്ടയും ബീഫ് കറിയും നല്ല ടേസ്റ്റ് ആയിരിക്കും, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട് കേട്ടോ. നന്ദിയുണ്ട്, ഒരിക്കലും മറക്കൂല. ഈ ഇതൊന്നും സപ്പോർട്ടൊന്നും മറക്കില്ല കേട്ടോ. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടതാണ് എൻ്റെ സന്തോഷം. എൻ്റെ മുന്നോട്ടുള്ള സന്തോഷങ്ങൾക്കൊക്കെ കാരണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഉറങ്ങി തീർക്കുന്ന എൻ്റെ ജീവിതമാണ്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കഴിക്കും. രാവിലെ ചോറും കുറച്ച് ഇച്ചിരി ഇറച്ചിക്കറിയും എടുത്ത് ചോറ് കഴിച്ച്, അപ്പം വിശപ്പടങ്ങിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പള്ളക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ എണീറ്റ് ഇനിയിപ്പോൾ നിസ്കരിച്ച് എന്തെങ്കിലും കഴിക്കണം. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് തീർക്കാൻ, അതൊക്കെ തീർക്കണം. അപ്പം ഞാൻ വഴിയ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാൻ മോൾക്ക് രാവിലെ ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അവൾ വെള്ളം വേണ്ട, ചായ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ചോറ് കഴിക്കുക കേട്ടോ. ഇനി അവൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് കഴിക്കാൻ. ഞാനും ചായ കേട്ടോ കുടിക്കുന്നതിൻ്റെ കൂടെ. മോന് രാവിലെ സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നതിനെ കൊണ്ട് പിന്നെ ചോറുണ്ടാക്കി. ഓന് കുറച്ച് ചോറ് കഴിച്ച് പോയി. സ്കൂളിലേക്കും കുറച്ച് ചോറ് കൊണ്ടുപോയി, ഇറച്ചിൻ്റെ കറിയായിട്ട് കുറച്ച് കൊണ്ടുപോയി. പപ്പടം കേട്ടോ, പപ്പടം പൊരിച്ചതും ഇറച്ചിക്കറി കേട്ടോ, ബീഫിൻ്റെ കറിയും. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ചുടനെ എൻ്റെ കയ്യിലൊക്കെ മോള് വരഞ്ഞിട്ടാട്ടോ, പെണ്ണെടുത്തിട്ട് ഓള് മൈലാഞ്ചി ഇടാന്നും പറഞ്ഞിട്ട് ഇട്ടതാട്ടോ എൻ്റെ കയ്യിലൊക്കെ നിറച്ച്. പിന്നെ ഒരാൾ അവിടെ ഇരുന്നിട്ട് ചിപ്സ് പൊടിച്ച് കഴിക്കുക, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ. ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക അലക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ബെഡിലിങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ വന്ന് ചീത്ത അറിയുന്ന വെച്ചിട്ട് വേഗം മടക്കി എടുത്ത് വെച്ചാട്ടോ. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ ഉണങ്ങാനായിട്ടിട്ട് റൂമിലാട്ടോട്ടെ, പുറത്തിട്ടില്ല. പുറത്തിടാനൊന്ന് ഒരു ഇത് കിട്ടിയില്ല കേട്ടോ, സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഫോൺ കൊടുക്കാനായിട്ട് എൻ്റെ മോള് പിണങ്ങിയിരിക്കുന്ന കേട്ടോ. ഫോണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വീഡിയോ എഡിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പം പിണങ്ങിയിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചു. മോന് വന്നതിന് ശേഷം ചായ കുടിച്ചു. മോന് സ്കൂൾ വിട്ട് വന്ന് ഓനും ചായ കൊടുത്തു, ഞങ്ങളും കുടിച്ച്. ചിപ്സാണ് കേട്ടോ ചായക്ക് കടി. അപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബ് വൈറൽ താരം നജില ഷാൻ, മറ്റേ എന്താ പറയുക മസ്റൂറ ഫാമിലിയിലെ മസ്റൂറ ഫാത്തിമ ചാനലിൻ്റെ ഉടമ നജില, പിന്നെ അതേപോലെ വൈറൽ താരം ഷാജിദ ഷാജി, അവരെ പോലെയൊന്നും നിങ്ങളൊന്നും ആ ഗണത്തിലൊന്നും കൂട്ടാതിരിക്കട്ടോ. അത് വിചാരിച്ചിട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല കേട്ടോ. ഞാനൊക്കെ വീടിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങിക്കൂടി മക്കളെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും മാത്രം നോക്കി ഒതുങ്ങിക്കൂടി എങ്ങനെ ജീവിക്കണം, ആരെടുക്കൊരു ഒന്നിനൊരു ശല്യത്തിന് പോകാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ ജീവിച്ചു പോണൊരു വ്യക്തി കേട്ടോ ഞാൻ.
അങ്ങനെ അഴിഞ്ഞാടി നടക്കണ ഒരു ആളൊന്നല്ല കേട്ടോ ഞാൻ. അങ്ങനെയൊന്നും കരുതിയിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ കേട്ടോ. അപ്പം എല്ലാവരും എന്താ പറയുക, എൻ്റെയൊക്കെ മനസ്സിൽ അങ്ങനെയുള്ളൂ കേട്ടോ. നമ്മളെ നയിച്ചു കൊണ്ടിരുന്ന ആണ് നമ്മൾ എന്തിനാ അങ്ങനെ ചതിക്കാനോ ഇതാക്കാനോ, അങ്ങനത്തെ എന്താ പറയുക ഒക്കെ തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ അന്യനാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഇതാക്കി പൈസ ഉണ്ടാക്കി കൊണ്ട് നമ്മളെ മക്കളെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ വീടും കുടുംബമൊക്കെ വിട്ടിട്ട് അന്യനാട്ടിലൊക്കെ പോയി നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ അവരെ വേദനിപ്പിക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ വേദനിപ്പിക്കാതിരിക്കട്ടോ. പിന്നെ ഞാനൊന്നും ഒരിക്കലും 10-15 കൊല്ലമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് പടച്ചോൻ കാക്കട്ടെ, എല്ലാവരും തൊട്ടും പടച്ചോൻ കാക്കട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥനയുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിൽ വരാതിരിക്കട്ടെ. പിന്നെ അപ്പം എന്താ പറയുക, വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് യൂട്യൂബിൽ വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് എന്തെങ്കിലും ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ക്ലീനിങ് ജോബ് ആയാലും കിട്ടിയാൽ എനിക്ക് പോകണം എന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ നയിച്ച് കൊടുക്കണേലും അങ്ങനെ നമ്മൾ ജീവിക്കണേലും എനിക്ക് അങ്ങനത്തെ ഒരു കുറവും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ ഞാൻ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുമ്പ് തിരൂരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, തിരൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, ചേളാരി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ 2-3 ഷോപ്പിൽ, പിന്നെ കൊയിലാണ്ടി എൻ്റെ നാട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് മുൻപും ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ കല്യാണത്തിന് മുൻപേ കഷ്ടപ്പാടുള്ളത് കൊണ്ട് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലെ ജോലിക്ക് വരെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് മുൻപും ഒക്കെ അങ്ങനത്തെ കുറവൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയുന്നതിലൊന്നും. പിന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കുക. ഇപ്പോൾ എന്താ പറയുക, ഷാജി അങ്ങനത്തെ വിഷയമൊന്നും ഇപ്പം അങ്ങനെ, ഞാൻ ആദ്യമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അവരെ ഭർത്താവ് മരിച്ചുപോയി, 5 മക്കളാണ്. ഞാൻ അവരെ വീഡിയോ ഒക്കെ എന്നും സ്ഥിരമായിട്ട് കാണലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ സ്വഭാവങ്ങളൊക്കെ മാറി തുടങ്ങി. പിന്നെ ഈ നെജില എന്ന് പറഞ്ഞ പെണ്ണിൻ്റെതും അങ്ങനെ തന്നെ ഞാൻ കാണാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ സ്വഭാവങ്ങൾ അതൊക്കെ മാറി കണ്ടു തുടങ്ങി. പിന്നെ ഒരു കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയായി കേട്ടോ. അപ്പോൾ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അവരെ വീഡിയോ ഒക്കെ കാണൽ. പിന്നെ അവരുമ്മാനൊക്കെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ ഭയങ്കര പ്രയാസം തോന്നി കേട്ടോ ആ സാജിനോടൊക്കെ. പിന്നെ വേറെന്താണ് വിശേഷം? നിങ്ങൾ നല്ലവരായ നല്ല ഫ്രണ്ട്സുകൾ എന്നെ എന്താ പറയുക, എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. വേറെ ഒന്നും നിങ്ങളെ മറക്കൂല ഒരു കാലത്തും. എൻ്റെ മരണം വരെ, എന്നെ 3 കെട്ട് കെട്ടണ വരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഞാൻ മറക്കൂല ഒരിക്കലും കേട്ടോ. വല്ലാഹി സത്യം. പിന്നെ ഞാൻ അങ്ങനെ മറന്നു പോകുന്ന ഒരാളല്ല. പലരും പലപ്പോഴും പറയലുണ്ട് യൂട്യൂബ് വളർത്തി എന്നിട്ട് നമ്മുടെ സപ്പോർട്ടേഴ്സിനൊക്കെ മറന്ന് ഇപ്പോൾ അവർ വലിയ നിലയിലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ പലതും റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണാനിടയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഞാനൊന്നും ആ ഗണത്ത് പെട്ടൊന്നല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മേലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ്, ഈ വാടക കൊടുക്കാനെങ്കിൽ ഒരു ഏണിങ്സ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഈ യൂട്യൂബ് ലക്ഷ്യം. പിന്നെ അതിനെങ്കിലും കിട്ടിയാൽ മതി. വലിയ എമൗണ്ടോ അതൊന്നും കിട്ടണമെന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ. ഈ വാടക ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലും ഷെയർ ചെയ്യുക കേട്ടോ എൻ്റെ വീഡിയോ. നിങ്ങൾ കറണ്ട് പോയല്ലോ.